നെക്സ്റ്റ് ഡേ ലിയോ അയാളുടെ പേഴ്സണൽ അസിസ്റ്റന്റിനോട് സംസാരിച്ചിരിക്കുകയാണ്. മിസ്റ്റർ ടാൻ, ഞാൻ പറഞ്ഞ ആ ഓഫീസ് റെഡിയല്ലേ? അതെ സർ, റെഡിയാണ്. മിസ് ടിയാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും റെഡിയാണ്. ഇനി മുതൽ എൻ്റെ ജീവിതം കളർഫുൾ ആവുമെന്ന് തോന്നുന്നു. ആ സമയത്ത് ടിയാൻ അങ്ങോട്ടേക്ക് വരുന്നു. അവൾ ആ പ്രൊജക്ട് ടേബിളിൽ വെച്ചിട്ട്, മിസ്റ്റർ ലിയോ, ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഫാഷൻ ഡിസൈനറായി ജോലി ചെയ്യാനാണ് വന്നത്. കോൺട്രാക്റ്റിൽ എന്താ ലിവിംഗ് അസിസ്റ്റന്റ് എന്നാണല്ലോ. ഇനി എന്തെങ്കിലും ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണോ? ലിയോ പറയാണ്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല. ടിയാൻ, നീ ഈ കമ്പനിയിലെ സീനിയറായി ജോലി ചെയ്യണം. ഒരു ലിവിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സീനിയർ എംപ്ലോയി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണല്ലേ? ഐ എം സോറി, എനിക്ക് ലിവിംഗ് അസിസ്റ്റന്റ് ആവാൻ തീരെ താല്പര്യമില്ല. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവൾ പോവാൻ നിൽക്കുന്നു. മിസ് ടിയാൻ, നീ ഈ പ്രൊജക്റ്റിന്റെ ലാസ്റ്റ് പേജ് വായിച്ചാൽ നിന്റെ തീരുമാനം നീ മാറ്റും. അപ്പൊ അവൾ തിരികെ വന്നിട്ട് ആ പ്രൊജക്റ്റ് എടുത്ത് ലാസ്റ്റ് പേജ് വായിക്കുന്നു. അവൾ അതൊക്കെ കണ്ട് ചിരിക്കാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്ത് ക്യാഷാണ് എല്ലാമെന്ന് നിങ്ങൾ കരുതിയോ? എല്ലാം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. മിസ് ടിയാൻ, ഈ ലോകത്ത് 99% ആളുകൾക്കും പണം വലിയ കാര്യം തന്നെയാണ്. 1% ആളുകൾക്ക് അത് വിഷയമായിരിക്കില്ല എന്ന് അയാൾ പറഞ്ഞു. കേട്ട് അവൾ അവനോട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്നും